കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇപ്പോ ഭരണകക്ഷിയായിട്ടിരിക്കുന്നവർ ഈ നിയമസഭയ്ക്കകത്ത് ലോകസഭയ്ക്ക് മുന്നിലും വിളിച്ച ഒരു മുദ്രാവാക്യം, ഒരു പാട്ടുണ്ട്. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. വളരെ വ്യാപകമായി ഈ ഇരിക്കുന്ന നിയമസഭാ സാമാജികർ അടക്കം പാടിയിട്ടുള്ളതാണ്. പക്ഷെ ഒരു നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ എന്താണോ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇവർ ഉന്നയിക്കപ്പെട്ടത്, അത് ഭരണകക്ഷിയായി മാറിയപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു നിലപാടും, കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ള, കേരളത്തിലെ ഭക്തജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ആ സംഭവത്തെ സംബന്ധിച്ച് ഒരു വാചകം ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇല്ല എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കാലാകാലങ്ങളായി രണ്ടുപേരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തും, പക്ഷേ തെളിയിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്വം ഇവിടെയും കാണിക്കുന്നില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അഴിമതിയെ സംബന്ധിച്ച് വളരെ വാചാലമായി ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഒരൊറ്റ കാര്യം, CMRL-മായി ബന്ധപ്പെട്ട് മന്ത്രിസഭയുടെ മുഖ്യമന്ത്രിയുടെ നിലപാടെന്താ? അദ്ദേഹത്തെ കുറിച്ച് ഒരു പരസ്യവാചകമുണ്ട്, ഒരുപാട് ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. നിലപാടുകളുടെ രാജകുമാരൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ തന്നെയാകണം, നിലപാടുകളുടെ രാജകുമാരൻ. ശബരിമല വിഷയത്തിൽ നിലപാടുകളുടെ രാജകുമാരനാകണം. CMR വിഷയത്തിൽ നിലപാടുകളുടെ രാജകുമാരനാകണം. കേരളത്തിലെ ഒരു രാജ്യസഭാ അംഗം ഇപ്പോ ഈ വിവാദ വിഷയം വന്നപ്പോൾ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഒരു രാജ്യസഭാ അംഗം പറഞ്ഞത് 15 വർഷക്കാലമായി CMRL 182 കോടി രൂപയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട്. ആ ഡയറിയില് ആരുടെയൊക്കെ പേരുണ്ട്, ആ പേരൊക്കെ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലപാടുകളുടെ രാജകുമാരൻ അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഈ കേരളത്തിന് അഴിമതിയെ സംബന്ധിച്ച് നടത്തിയ ആ പ്രസ്താവന ഒരു നല്ല പ്രസ്താവന.